ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഇന്നലെ ഋതികയുടെ ടെൻഷൻ കണ്ടപ്പോ ഞാൻ അച്ഛനോട് അല്പം ഉറക്കെ സംസാരിച്ചു പോയി. അച്ഛൻ എനിക്ക് ദൈവോ. അച്ഛനത് വേദനിച്ച് കാണുമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് മാപ്പ് തരണോ അച്ഛാ? എന്താടാ ഇത്? അതിന് തെറ്റൊന്നും എന്നോട് ചെയ്തിട്ടില്ലല്ലോ. മനുഷ്യരാരായാലും അവരുടെ വികാര വിചാരങ്ങൾക്കനുസരിച്ച് സംസാരിച്ചെന്നിരിക്കും. വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ളതാ. നിനക്കപ്പ തോന്നിയ വിചാരം എന്നോട് പ്രകടിപ്പിച്ചു, അത്രയല്ലേ ഉള്ളൂ. എന്റെ കാല് വീഴാൻ പാകത്തിനുള്ള അപരാധങ്ങളൊന്നും നീ ഇതുമായിട്ട് ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ട് ചെയ്യില്ല. വായ നിറയെ മുറുക്കാനും ഇട്ട് പതപ്പിച്ച് അത് കോളാമ്പി തുപ്പി പൂമുഖത്തെ ചാരികസേരയില് മലർന്നു കിടന്ന് മക്കളെ വിറപ്പിക്കുന്ന മാടമ്പിയായ മൂരാച്ചി തന്തയൊന്നുമല്ല ഞാൻ. വിദ്യാഭ്യാസവും വിവരമുള്ള മക്കളെ കൂട്ടുകാരനായിട്ട് കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിന്റെ ഔപചാരികത ഒന്നും എന്നോട് വേണ്ട. പിന്നെ ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് നീ ക്ഷമയോടെ കേൾക്കണം. എന്നിട്ട് അതാ കുട്ടിയോട് പറയണം. എന്നിട്ട് അവളെ പറഞ്ഞു മനസ്സിലാക്കണം. അച്ഛൻ പറയേ. ഇന്നലെ അത് ക്ലിയർ ചെയ്യായിരുന്നു, പക്ഷേ നിങ്ങൾ വിട്ടൊന്നും പറഞ്ഞില്ല. ഋതുമോളുടെ പെരുമാറ്റത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തതാ. അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ പുറകെ വന്ന കാര്യം പറ, എന്നിട്ട് ഞാൻ പറയാം. അത് ഋതിക എന്റെ മകളാണെന്ന്. കാളെ പെറ്റൂന്ന് കേട്ടു, കയറെടുത്തു. ആരെങ്കിലും പറയുന്നതിന്റെ അറ്റവും മുറിയും കേട്ടിട്ടാണോ ഒരു കാര്യം വിശ്വസിക്കുന്നത്? അതും ഇത്രയും മോശമായ കാര്യങ്ങള്. പിന്നെ എന്താ അച്ഛാ ജഗന്നാഥൻ അങ്കിൾ പറഞ്ഞ? ഇത് ഇന്നലെ എന്നോട് ചോദിക്കായിരുന്നില്ലേ? എന്നാ പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവോ? ഞങ്ങൾ സംസാരിച്ചത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്നോട് പറയാം. എന്റെ പെങ്ങളായ പത്മയുടെ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന് എന്റെ ആത്മസുഹൃത്തായ പ്രതാപൻ വിശ്വസിച്ചു. ആ ദുഷ്ടസ്ത്രീ അംബിക, അവൾ മെനഞ്ഞുണ്ടാക്കിയ ഈ കള്ളക്കഥ ഒടുവിൽ പ്രതാപൻ വിശ്വസിക്കേണ്ടി വന്നു. ഋതിക എന്റെ മകളാണെന്ന്. ഇതാണോ സത്യം? ഇത് മാത്രമാണ് സത്യം. എടാ, ജഗന്നാഥിനെയും പത്മാവതിയും മാഡത്തെയൊക്കെ എത്ര കൊല്ലമായിട്ട് ഞാൻ കാണുന്നറിയോ? അവരൊക്കെ തങ്കപ്പെട്ട മനുഷ്യരടാ. അവരാരും ഒരു തെറ്റും ചെയ്യില്ല. ഇതാ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാൻ വേണ്ടി ആ അംബിക മെനഞ്ഞ കള്ള കഥകളാ. നോവിനാലേ